അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തത് എയർ പൊല്യൂഷൻ ഡിസ്കസ് ചെയ്തിരുന്നു, വാട്ടർ പൊല്യൂഷൻ ഡിസ്കസ് ചെയ്തു, ദെൻ സോയിൽ പൊല്യൂഷൻ ഡിസ്കസ് ചെയ്തു, തെർമൽ പൊല്യൂഷൻ ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന പൊല്യൂഷനാണ്, ഫൈനൽ പൊല്യൂഷനാണ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനെ തന്നെ മറ്റൊരു പേരിൽ പറയുന്നു റേഡിയേഷൻ പൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ പേരിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏതെങ്കിലും റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഒക്കെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന പൊല്യൂഷനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റേഡിയേഷൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന, നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന പൊല്യൂഷനാണ് എന്ത്, റേഡിയേഷൻ പൊല്യൂഷൻ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഹ്യൂമൻ ബീയിങ്സിലും മറ്റ് ഓർഗാനിസംസിലും ഒക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് പൊല്യൂഷനാണ് ഇത് റേഡിയേഷൻ പൊല്യൂഷൻ ഓർ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. അപ്പം മെയിൻലി ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് എത്തുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസുകളൊക്കെ പലതും ഉണ്ടാക്കുന്നതും അങ്ങനെ ഇത്തരത്തിലുള്ള പൊല്യൂഷന് കാരണമാവുന്നതും. മെയിൻ ഹസാർഡ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അയണൈസിങ് റേഡിയേഷൻസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭീകരമായിട്ടുള്ള പൊല്യൂഷൻ വരുന്നത് അയണൈസിങ് റേഡിയേഷൻസ് ലൈക്ക് ആൽഫ റേസ്, ബീറ്റ റേസ്, ഗാമ റേസ്, എക്സ് റേസ്, അതിൽ നിന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് റേഡിയേഷൻ പൊല്യൂഷൻ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഡെഫിനിഷനായിട്ട് നിങ്ങൾ എഴുതണം. സോ ദ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഈസ് ദ ചീഫ് ടൈപ്പ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ കോസ്ഡ് ബൈ റേഡിയോ ന്യൂക്ലൈഡ്സ് since they emit hazardous radioactive rays like alpha rays, beta rays, gamma rays, which are ionizing radiations capable of causing genetic mutations in living organisms. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ്റെ ഞാൻ പറഞ്ഞു, ഏറ്റവും പെട്ടെന്ന് തന്നെ ഓർഗാനിസംസിനും ഹ്യൂമൻ ബീയിങ്സിലൊക്കെ ആക്ട് ചെയ്യാൻ പറ്റുന്ന പൊല്യൂഷനാണ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. ഇതിൻ്റെ മെയിൻ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ലിവിങ് ഓർഗാനിസംസിൽ ജെനറ്റിക് മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പൊല്യൂഷനാണ്. ഓക്കെ, സോ ദിസ് റേഡിയോ ന്യൂക്ലൈഡ്സ് ദേ ക്യാൻ കണ്ടാമിനേറ്റ് ദ എയർ, വാട്ടർ ആൻഡ് സോയിൽ. ഈ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ നമ്മൾ മുൻപ് പറഞ്ഞ പൊല്യൂഷൻസിലൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പൊല്യൂഷനാണ്. അതായത് ദിസ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ക്യാൻ കണ്ടാമിനേറ്റ് ദ എയർ, ഇറ്റ് ക്യാൻ കണ്ടാമിനേറ്റ് വാട്ടർ സോഴ്സസ് ആൻഡ് ഇറ്റ് ക്യാൻ ഈവൻ കണ്ടാമിനേറ്റ് ദ സോയിൽ ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ് ക്യാൻ ദസ് endanger our planet's ecological equilibrium. So the radiation, so this type of radiation can cause, as I have already told, they can cause damage to this living organisms, not only externally, പുറത്ത് മാത്രമല്ല, but also internally. ആ ഓർഗാനിസംസിൻ്റെ ബോഡീസിൻ്റെ ഉള്ളിലും ഇതിനെ ധാരാളം ഡാമേജസ് ഉണ്ടാക്കാനുള്ള കഴിവുള്ള പൊല്യൂഷനാണ് നമ്മുടെ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. ഡയറക്റ്റ് ഇഫക്റ്റ് ആണ് ഇൻഡിവിജ്വലിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബ്രിങ്സ് അബൌട്ട് ദ സൈക്കോളജിക്കൽ ചേഞ്ചസ് ഇൻ ജനറേഷൻസ് ടു കം. സോ വരാൻ പോകുന്ന തലമുറയ്ക്കൊക്കെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള, അതായത് ജനറ്റിക് ആയിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ആവാനായിട്ട് ഈ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ കാരണമാവുന്നുണ്ട്. സോ ദ മെയിൻ ഡെട്രിമെൻ്റൽ ഇഫക്റ്റ് എന്താണ്? ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ ദ ജനറേഷൻസ് ടു കം. സോ സാധാരണയായിട്ട് ഈ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് പല കൺസ്ട്രക്റ്റീവ് പർപ്പസസിനും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? ഇപ്പോൾ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, മെയിൻലി ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ജനറേഷൻ ഓഫ് ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്. ആൻഡ് വി ആർ ഓൾസോ യൂസിങ് ഇറ്റ് ഫോർ ഡിസ്ട്രക്റ്റീവ് പർപ്പസ്. ഡിസ്ട്രക്റ്റീവ് പർപ്പസുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം? ആറ്റം ബോംബ്സ് ഉണ്ടാക്കൽ, അതുപോലെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് സംഭവിക്കൽ. അപ്പോൾ ഇത്തരത്തിലെ നല്ല പർപ്പസിനും കൺസ്ട്രക്റ്റീവ് പർപ്പസസിനും ഹ്യൂമൻ ബീയിങ്സ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്ട്രക്റ്റീവ് പർപ്പസസിനും ഹ്യൂമൻ ബീയിങ്സ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വിച്ച് ആർ ദ ആന്ത്രോപോജനിക് സോഴ്സസ് ഓഫ് ദിസ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ? അതായത് നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീയിങ്സ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണക്കാരെന്ന് ഇത്തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആന്ത്രോപോജനിക് ആയിട്ടുള്ള സോഴ്സസ് ഈ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനെ? സോ ആന്ത്രോപോജനിക് സോഴ്സസ് മീൻസ് ദ മാൻമെയ്ഡ് സോഴ്സസ് ഓഫ് ദിസ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. ആരൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, ബട്ട് ലെറ്റ് us ഹാവ് എ ലുക്ക് ഓൺ ദിസ്. ഫസ്റ്റ് വൺ ഈസ് ദ റേഡിയോ തെറാപ്പി.
ഇപ്പോൾ റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ധാരാളം ഡിസീസസ് ലൈക്ക് ക്യാൻസർ, ഈ ക്യാൻസറിനൊക്കെ മെയിൻലി റേഡിയോ തെറാപ്പിയാണ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. റേഡിയോ തെറാപ്പിയിൽ റേഡിയോ ന്യൂക്ലൈഡ്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ ദ യൂസ് ഓഫ് റേഡിയോ ന്യൂക്ലൈഡ്സ് ഇൻ റേഡിയോ തെറാപ്പി ഫോർ ദ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ മെയിൻ സോഴ്സ് ഓഫ് ദിസ് റേഡിയേഷൻ പൊല്യൂഷൻ ഓർ ദിസ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. അപ്പോൾ അതൊരു കൺസ്ട്രക്റ്റീവ് പർപ്പസിനാണ്, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് എന്താണ് അതിൻ്റെ ഹാംഫുൾ ഇമ്പാക്റ്റ്? ഇതുവഴി ധാരാളം റേഡിയേഷൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്കും എൻവയോൺമെൻറ്റിലേക്കും വരുന്നുണ്ട്. അപ്പോൾ സോ ദ ഫസ്റ്റ് ആന്ത്രോപോജനിക് സോഴ്സസ് ഓർ ദ മാൻമെയ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത് റേഡിയോ തെറാപ്പിയാണ്. അതുപോലെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ന്യൂക്ലിയർ ടെസ്റ്റുകൾ, അതുപോലെ റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ട്സ്. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ടെസ്റ്റൊക്കെ നടത്തുകയാണെങ്കിൽ ധാരാളം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസാണ് എൻവയോൺമെൻറ്റിലേക്ക് വരുന്നത്. അത് അവിടെയുള്ള എല്ലാവിധ ഓർഗാനിസംസിനും ലിവിങ് ഓർഗാനിസംസിനും അത് ഹാംഫുള്ളാണ്. ഇപ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് ഡസ്റ്റ് ദാറ്റ് ഫോൾസ് ഓൺ ടു ദ എർത്ത് ആഫ്റ്റർ എ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, അതിനെയാണ് റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടന്നതിന് ശേഷം ഒരു റേഡിയോ ആക്റ്റീവ് ഡസ്റ്റ് നമ്മുടെ എർത്തിലേക്ക് വരും. ആ ഡസ്റ്റിനെയാണ് റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ട് എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 7 to 8 കിലോമീറ്റർ എബവ് ദ എയർ സർഫസിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. ആൻഡ് ദേ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് അറൗണ്ട് ദ വേൾഡ്. മൊത്തത്തിൽ ഈ വേൾഡിൽ തന്നെ അതിനെ സർക്കുലേറ്റ് ചെയ്യും എയർ കറൻസ്. അപ്പോൾ ഒരു സ്ഥലത്താണ് ശരിക്കും റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ട് നടന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. Because of the presence of this air currents, they can be carried out. ഇതിൻ്റെയൊക്കെ റേഡിയോ ആക്റ്റീവ് ഡസ്റ്റ് ക്യാൻ ബി ക്യാരിഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ഓക്കെ, ആൻഡ് ദേ ക്യാൻ സെറ്റിൽ ഡൗൺ വിത്ത് റെയിൻ. മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ടൊക്കെ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നു. ആൻഡ് ദേ ക്യാൻ പൊല്യൂട്ട് സോയിൽ ആൻഡ് ഈവൻ വാട്ടർ. വെള്ളത്തിനെയും സോയിലിനെയും ഒക്കെ അത് പൊല്യൂട്ട് ചെയ്യുന്നു. ഫ്രം ദ സോയിൽ, അതുപോലെ ഫ്രം ദ വാട്ടർ ബോഡീസ് ദേ ക്യാൻ എൻ്റർ ഇൻ ടു ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫുഡ് ചെയിനിൽ കൂടെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഹ്യൂമൻ ബീയിങ്സിലും മറ്റുള്ള ഓർഗാനിസംസിലും ഒക്കെ അത് എത്തുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻറ്റേർണലി റേഡിയേറ്റ് ചെയ്യും നമ്മുടെ ജീവിത അവസാനം വരെ. അപ്പം നമ്മളൊക്കെ ഏകദേശം റേഡിയേഷൻസ് റേഡിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ടുകൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ബിക്കോസ് ദേ ഗെറ്റ് ക്യാരി ടു ദ സോയിൽ ആൻഡ് വാട്ടർ ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് അവർ ബോഡി ദേ ക്യാൻ റേഡിയേറ്റ് ത്രൂ ഔട്ട് അവർ ലൈഫ് സ്പാൻ. അപ്പോൾ അത് വളരെയധികം ഡേഞ്ചറസ് ആണ്. നെക്സ്റ്റ് കാറ്റഗറി ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ്. ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നിന്നൊക്കെ എന്തെങ്കിലും ന്യൂക്ലിയർ റേഡിയേഷൻ ലീക്കേജ് ആവുകയാണെങ്കിൽ അത് വളരെയധികം റേഡിയേഷൻ പൊല്യൂഷനെ കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്ന്, ഇപ്പം മെയിൻലി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പല പവർ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന ന്യൂക്ലിയർ റേഡിയേഷൻസ്. അതുപോലെ ദ 3 മൈൽ ഐലൻഡ് പവർ പ്ലാന്റ് ലീക്കേജ് ഇൻ USA, അത് 1979 ഉണ്ടായതാണ്. അതുപോലെ ചെർണോബിൽ പവർ പ്ലാന്റ് ലീക്കേജ് ഇൻ USSR 1986 ഉണ്ടായതാണ്. അതൊക്കെ തൗസൻഡ്സ് ഓഫ് ഇന്നസെൻറ്റ് പീപ്പിളിൻ്റെ ഡെത്തിനും അതുപോലെ ധാരാളം ആൾക്കാർക്ക് റേഡിയേഷൻ ഹസാർഡ്സ് ഉണ്ടാവാനും ഒക്കെ കാരണമായുള്ള സംഭവങ്ങളാണ്, ഇൻസിഡൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് നിന്നൊക്കെ ലീക്ക് ഔട്ട് വരുന്നത് ഭയങ്കര അധികം ഹാംഫുൾ ഇഫക്ട്സ് ഉണ്ടാക്കും. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. The radioactive waste from these nuclear reactors and power plants, they contain a large number of radionuclides. അപ്പോൾ ഇത്തരത്തിലുള്ള റേഡിയോ ന്യൂക്ലൈഡ്സ് ധാരാളമായിട്ട് ഇത് സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ ഡിസ്പോസൽ എന്നൊക്കെ പറയുന്നത് ഇത്തരം റേഡിയോ വേസ്റ്റിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ അത് ശരിക്ക് അതിനെ ഡീപ്പസ്റ്റ് പോർഷൻസിലൊക്കെ കൊണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് വീണ്ടും വീണ്ടും റേഡിയേഷൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൻ്റെ ഡിസ്പോസലാണ് ഏറ്റവും അധികം പ്രശ്നമായിട്ടുള്ളത്. അതുപോലെ റേഡിയോ ആക്റ്റീവ് ഓർ പ്രോസസ്സിങ്, അതുപോലെ റേഡിയോ ന്യൂക്ലൈഡ്സ് മൈൻ ചെയ്ത് ഓർ പ്രോസസ്സിങ് യൂണിറ്റ്സ് ഒക്കെ വഴി എടുക്കുമ്പോൾ അത് സോയിലിനെയും വാട്ടറിനെയും എയറിനെയും ഒക്കെ പൊല്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഈ റേഡിയോ ആക്റ്റീവ് ഓർ പ്രോസസ്സിങ് വഴി. അതുപോലെ ഇൻഡസ്ട്രിയൽ ആൻഡ് മെഡിക്കൽ റിസർച്ച്, അതായത് റിസർച്ചസ് ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് മെഡിക്കൽ ഫീൽഡ്സ്, ദേ ഇൻക്ലൂഡ് മെനി റേഡിയോ ന്യൂക്ലൈഡ്സ്. നമ്മൾ മെഡിക്കലിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ക്യാൻസറിനൊക്കെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പല റേഡിയോ ന്യൂക്ലൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ ദീസ് ക്യാൻ പ്രൊഡ്യൂസ് റേഡിയേഷൻ ഇഫക്ട്സ് വിച്ച് ഡാമേജ് അവർ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ റേഡിയേഷൻ പൊല്യൂഷൻ വരാനുള്ള സോഴ്സസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ധാരാളം ഹസാർഡ്സ് ഉണ്ട്. ഇറ്റ് ഇഫക്ട്സ് ഓൺ ഓൾ കൈൻഡ്സ് ഓഫ് ലിവിങ് ബീയിങ്സ്
living organisms. And damage by the radiation from nuclides depends upon the type of the radiation, period and frequency of exposure. അതായത് ഈ ഓരോ റേഡിയോ ന്യൂക്ലൈഡ്സും എത്രമാത്രം നമ്മുടെ ശരീരത്തിൽ ഇഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് ഏത് ടൈപ്പ് റേഡിയേഷനാണെന്നും എത്ര പീരീഡ്, എത്ര സമയം നമ്മൾ ആ റേഡിയേഷനോട് എക്സ്പോസ്ഡ് ആയെന്നും ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്നൊക്കെ ആശ്രയിച്ചിരിക്കും. ഇത്തരത്തിലുള്ള റേഡിയേഷൻസിലൊക്കെ കൂടുതൽ എക്സ്പോസ് ആയി കഴിഞ്ഞാൽ സിംറ്റംസ് ലൈക്ക് നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വീക്ക്നെസ് അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. മാത്രമല്ല അക്യൂട്ട് ഡോസസ്, കൂടുതൽ ഡോസസിലൊക്കെ ഇത്തരം റേഡിയേഷൻസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ വോമിറ്റിംഗ്, ഡയറിയ ആൻഡ് ഇറ്റ് മേ കോസ് ഈവൻ ഡെത്ത് വിത്തിൻ എ ഫ്യൂ വീക്സ്. ഹയർ ഡോസസിൽ വന്നു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്നതാണ്. Then long-term exposure to the small quantities of radiations can cause cancer in different parts of the body or leukemia. അപ്പോൾ കുറേ കാലം സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് റേഡിയേഷൻസിനെ നമ്മൾ എക്സ്പോഷർ ആവുകയാണെങ്കിൽ അത് ക്യാൻസറൊക്കെ അല്ലെങ്കിൽ ലുക്കേമിയ ഒക്കെ ഉണ്ടാവാനുള്ള കാരണമുണ്ട്. ഷോർട്ട് ടേം എക്സ്പോഷർ ആണെങ്കിൽ then it can cause cancer of the breast cancer, thyroid cancer, lung cancer, brain cancer, brain damage അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. Then radiations can break the enzymes, proteins and nucleic acid and they can cause various metabolic disorders. They can cause internal bleeding and they can damage the blood vessels and they can cause red spots in our skin. They can damage our eyes and can induce cataract. They can cause bone marrow depression, then they can cause kidney damage, liver damage and reproductive organs damage, then gastrointestinal disorders, genetic effects like gene mutation, chromosome abnormalities അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. And it can be transmitted to next generations too. And this exposure to radiations can kill plant cells and even they can destroy vegetation. Then this water pollution by the radioactive materials, it can destroy aquatic population through this radiation effects. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് അതുപോലെ നമ്മുടെ ശരീരത്തിലെ പല പല ഓർഗൻസിനെ ഇഫക്റ്റ് ചെയ്യില്ലേ. കിഡ്നി, ബോൺ മാരോ, ലിവർ, ഐസ്, അതുപോലെ എൻസൈംസ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ് ഇതിനൊക്കെ ഡിസ്ട്രപ്റ്റ് ചെയ്യലേ. അങ്ങനെ പലതരത്തിലുള്ള ഹസാർഡ്സും ഈ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ നമ്മുടെ സമൂഹത്തിലെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. സോ ഹൗ ക്യാൻ വി കൺട്രോൾ ദിസ് റേഡിയേഷൻ പൊല്യൂഷൻ? എങ്ങനെയൊക്കെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാം? അതായത് ഹൈ ചിമ്മിനീസ്, നല്ല വലുപ്പമുള്ള ചിമ്മിനീസ് അല്ലെങ്കിൽ ഹൈ വെന്റിലേറ്റേഴ്സ്, നല്ല ഉയരത്തിൽ വെന്റിലേറ്റേഴ്സ് ഒക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ ഈ റേഡിയോ ആക്റ്റീവ് കണ്ടാമിനേഷൻ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ വൈൽ വർക്കിംഗ് ഇൻ റേഡിയോ ന്യൂക്ലൈഡ്സ് ഇതിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലോവ്സ്, മാസ്ക്, ഹുഡ്സ് അങ്ങനെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ധരിക്കുക. പിന്നെ ഈ റേഡിയോ ഐസോട്ടോപ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കഴിയുന്നതും കുറയ്ക്കുക. പിന്നെ ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുമ്പോൾ എക്സ്ട്രീം കെയർ ഷുഡ് ബി ടേക്കൺ. ഓക്കെ. ദെൻ വി ഷുഡ് യൂസ് ഓൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ടു പ്രിവെൻറ്റ് ദ ലീക്കേജ് ഓഫ് റേഡിയേഷൻ ഫ്രം ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആൻഡ് പവർ പ്ലാന്റ്സ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിനോ പവർ പ്ലാന്റ്സിനോ ഒക്കെ ഇത്തരത്തിലുള്ള റേഡിയേഷൻസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ഒരു ജനതയുടെ മൊത്തം നാശത്തിന് അത് കാരണമാവും. അപ്പോൾ എന്ത് വില കൊടുത്തും എന്ത് സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിച്ചും നമ്മൾ അത്തരത്തിലുള്ള ലീക്കേജിനെ മിനിമൈസ് ചെയ്യുക, മിനിമൈസ് ചെയ്യല്ല പ്രിവെൻറ്റ് ചെയ്യുക. ആൻഡ് ദ നമ്പർ ഓഫ് ഇൻസ്റ്റലേഷൻസ് അത്തരത്തിലുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്സും റിയാക്ടേഴ്സും ഒക്കെ മിനിമൈസ് ചെയ്യുക. അത്തരത്തിലുള്ള പവർ പ്ലാന്റ്സിൻ്റെയും റിയാക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻസ്റ്റലേഷൻസ് മിനിമൈസ് ചെയ്യുക. അത് കൂടുതലായിട്ട് ഉണ്ടാക്കപ്പെടുന്നത് മിനിമൈസ് ചെയ്യുക. ദെൻ ദിസ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ tests and the production of nuclear weapons should be stopped completely because a nuclear war would obviously wipe out the entire human race from the surface of the earth. അതായത് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ടെസ്റ്റുകളും ന്യൂക്ലിയർ വെപ്പൺസും ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. ബിക്കോസ് എന്താണ്, ഇനിയൊരു ന്യൂക്ലിയർ വാർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ ഭൂലോകത്തിൽ നിന്ന് എൻറ്റയർ ഹ്യൂമൻ റേസിൻ്റെ തന്നെ വൈപ്പ് ഔട്ട്, എലിമിനേഷന് കാരണമാവും. അത്തരത്തിലുള്ള ഹസാഡസ് ആയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് പല രാജ്യങ്ങളുടെ കയ്യിലും. അപ്പോൾ ഒരിക്കലും ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ബിക്കോസ് ഇറ്റ് വുഡ് ലീഡ് ടു ദ വൈപ്പ് ഔട്ട് ഓഫ് ദി എൻറ്റയർ ഹ്യൂമൻ റേസ് ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത്. അപ്പോൾ വളരെ
ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പൊല്യൂഷനാണ് ഇത് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. ഓക്കെ.